ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡിന്നർ കഴിക്കാൻ പോകുന്നുണ്ട്. എൻ്റെ മിനി വ്ളോഗാണ്. ഡിന്നർ കഴിക്കാൻ പോകുന്നത് വേറെ എവിടെയല്ല, ഇപ്പോൾ എല്ലാവർക്കും സുപരിചിതമായിക്കൊണ്ടിരിക്കുന്ന സ്പൈസി കഫേയിലേക്കാണ്. അവരുടെ ഒരു പുതിയ ഔട്ട്ലെറ്റ് അൽക്കിസൈസിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് 22-ാം തീയതി മുതൽ. അപ്പോൾ അതിന് മുമ്പ് ഒരു ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിടുക്കം കൂട്ടി പോകുന്നത്. അപ്പോൾ നീ എന്താ ഇൻഫ്ലുവൻസർ ആണോ എന്നൊക്കെയുള്ള ചോദ്യം വരും. എന്നാൽ അതൊന്നും വേണ്ട, ഞാൻ അങ്ങനെയൊന്നുമല്ല. അതിൽ എൻ്റെ കാക്കുന് ചെറിയൊരു പാർട്ട്ണർഷിപ്പും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെ പോയതാണ്. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ഹംഗ്രി മല്ലു ദുബായിനൊക്കെ നമ്മൾ മീറ്റ് ചെയ്തു. ആൾ എൻ്റെ ഒരു പഴയകാല ഫ്രണ്ട് കൂടിയാണ്. പക്ഷെ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഇന്നാണ് ദുബായിൽ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മീറ്റപ്പും കൂടി അവിടെ നടന്നിട്ടുണ്ട് എന്തായാലും. പിന്നെ നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്തു. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് ഒന്നും പറയാനില്ല, എല്ലാ സ്പൈസി കഫേയിൽ നിന്നും കിട്ടുന്ന പോലെ തന്നെ നല്ല അടിപൊളി ഫുഡായിരുന്നു. സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ മെയിൻ കോഴ്സ് വന്നു. അങ്ങനെ ഫുഡ് ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. സ്റ്റാർട്ടേഴ്സിൽ തന്നെ നമുക്ക് വിങ്സ്, ചിക്കൻ വിങ്സ്, സ്പൈസി ചിക്കൻ വിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അവിടെ. പിന്നെ പ്രോൺസിൻ്റെ വെറൈറ്റി, പലതരം ഫിഷ് കൊണ്ടുള്ള വെറൈറ്റി ഫുഡുകൾ എല്ലാം വന്നു കേട്ടോ. ാണെങ്കിലും ഭയങ്കര ഇഷ്ടമായി. കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഫുഡാണ് സ്പൈസി കഫേൻ്റെ. അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇൻഫ്ലുവൻസർ മീറ്റപ്പിൽ നമുക്ക് മലയാളക്കരയുടെ അഭിമാനമായ അജ്മൽ ഖാനൊക്കെ വന്നിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് വൈകിയതുകൊണ്ട് അവരെയൊന്നും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിവേ അവരെ അടിപൊളി ഫുഡും കാര്യങ്ങളും അവരുടെ ആംബിയൻസ് ആണെങ്കിലും സർവീസ് പിന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഒക്കെ നമുക്ക് എല്ലാം റാഹത്തായി എന്ന് പറയില്ലേ, അങ്ങനെ. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം കൂടി ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു. ഇവർക്ക് അൽക്കിസയിലുള്ള ഔട്ട്ലെറ്റ് അല്ലാതെ ദയറയിലും കരാമയിലും ഒക്കെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് ട്രൈ ചെയ്തും കൂടി നോക്കേണ്ടതാണ്. എന്തായാലും ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.